ഈ സ്ത്രീയോട് ഇയാൾ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത്. ഇതാണ് വീഡിയോയുടെ ആദ്യ പകുതി. ഇതിനകത്ത് എന്താണ് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അയാളൊന്നും ചെയ്തില്ല, അവർക്ക് കണ്ടന്റ് കിട്ടിയില്ല. വണ്ടി നിർത്തി ആളുകൾ ഇറങ്ങുന്ന സ്ഥലമാണിത്. അവിടെ പോയിട്ട് വണ്ടി നിർത്തി ആളുകൾ ഇറങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം തട്ടിയെന്നാണ് അവർ പറയുന്നത്. ബസ് നിർത്തിയിട്ട് ആളുകളെല്ലാം ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് ചേച്ചി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അതായത് ഇവർക്ക് ആരെങ്കിലും മുട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒന്നെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാ, അല്ല അങ്ങോട്ട് മാറിപ്പോവാ. ഇവർ ഈ വീഡിയോ കൊണ്ട് പബ്ലിഷ് ചെയ്ത് റീച്ച് കിട്ടി. ഈ വീഡിയോയിൽ കാണിക്കുന്ന വ്യക്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ഇന്ന് സൂയിസൈഡ് ചെയ്തു. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. വ്യൂസിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ആ വീഡിയോയെ ഉണ്ടാവില്ല. സാധാരണ അബ്യൂസ് ചെയ്യുമ്പോൾ ഒരാൾ ഒരു പെണ്ണിന്റെ പുറകെ വരുന്ന പോലത്തെ വിഷ്വലാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു പെണ്ണിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി അവരെ പുറകെ വരുന്നത്. ഇതിനകത്ത് ഇവര് അയാളെ പുറകെ പോവാണ്. അയാൾ ബസ്സിൽ നിന്ന് ഇവരെക്കാളും മുമ്പിൽ ഇറങ്ങാൻ നിൽക്കുകയാണ്. അവിടെ പോയിട്ട് ഇവള് ഇങ്ങനെ നിൽക്കുക. കണ്ടന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനും ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ബസ്സാണ്, ഇത് കലൂർ സ്റ്റേഡിയം അല്ല. നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയ ഒരാളുടെ പുറകെ നിങ്ങളിങ്ങനെ പോയി അയാൾ അടുത്ത് പോയി നിൽക്കുക. ഇത്രയും തിരക്കുള്ള ബസ്സിൽ ആളുകൾ ഇറങ്ങേണ്ട സമയത്ത് എന്തിനാണ് അൺകംഫർട്ടബിൾ ആയ കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. അതല്ല, നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ള ശേഷിയില്ല. മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. പ്രൊട്ടക്ഷനും പ്രൂഫിനും വേണ്ടിയിട്ടൊക്കെ ഒരു രക്ഷയില്ലാതെയാണ് പല സ്ത്രീകളും ഇതേപോലെ വീഡിയോസ് എടുക്കുന്നത്. അത് റീച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ത്രീകളെ വരെ ഡൗട്ട് ചെയ്യിപ്പിക്കുന്നത്, ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ സിറ്റുവേഷൻ കൊണ്ടെത്തിക്കുന്ന, അത്രയും സ്ത്രീകൾക്ക് ഇത്രയും ബാഡായിട്ട് എഫക്റ്റ് ആവുന്ന ഒരു സംഭവം ചെയ്തിട്ട് ഇവരാണ് എമ്പതിയെ കുറിച്ച് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. മുമ്പിൽ ഒരു സ്ത്രീക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ വീഡിയോ ഓൺ ആക്കിയാണോ പിടിക്കേണ്ടത്? അതിന് എന്തെങ്കിലും നിങ്ങൾ റിയാക്ട് ചെയ്യണ്ടേ? കണ്ടക്ടറിനോട് പറയണം, പോലീസിനോട് പറയണം. ചിലപ്പോൾ പ്രൂഫ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ പ്രൂഫ് കിട്ടുന്നില്ല. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയത് അവിടെ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം അബ്യൂസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതെവിടെ വീഡിയോയിൽ? ഇവർ ഈ അബ്യൂസ് ചെയ്യാത്ത സാധനം മാത്രം വീഡിയോ എടുക്കുന്ന ആളാണ്. ഇതിന് മുമ്പുള്ള എടുക്കാൻ പറ്റാത്ത നമുക്ക് പിന്നെ മനസ്സിലാക്കാം. പക്ഷേ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം പലതും ഉണ്ടായി എന്ന് പറയുന്നു. അതെവിടെ പോയി? അതെന്തുകൊണ്ട് എടുത്തില്ല? ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല. പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. സൈക്കോളജി പറയുന്ന അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയർ. അതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അവർ വീഡിയോ ഇട്ടത് അയാളെ ശരിയാക്കാനാണെന്ന് പറഞ്ഞത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. ആ വ്യക്തി സൂയിസൈഡ് ചെയ്തു. ഒരാളുടെ ജീവിതം വെച്ചിട്ടാണോ കളിക്കേണ്ടത്? ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുത വിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും എനിക്ക് ഈ വീഡിയോയിൽ ഇവർ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. എമ്പതി ഉണ്ടാവണം, അതായത് സഹാനുഭൂതി ബാക്കിയുള്ള മനുഷ്യരോട്. അവർക്കും കുടുംബമുണ്ട്, ഫാമിലി ഉണ്ട്, അതൊക്കെ ചിന്തിക്കുക. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. യുവതിയുടെ ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നും അങ്ങനെ ഒരു പരാതി സ്റ്റേഷനിൽ വന്നിട്ടില്ലെന്നും വടകര ഇൻസ്പെക്ടർ അറിയിച്ചു. ഇതുവരെ ഇറങ്ങിയാൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു ട്രെൻഡ് വന്നിട്ടില്ല.
ഇതിന് ട്രെൻഡ് എന്ന് പറയാൻ കാരണം ഇത് ട്രെൻഡായിട്ട് പലരും കാണുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനൊന്നും എതിരല്ല ഗൈസ്. നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം, എന്നാലും നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടാവും. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് മറ്റൊരാളെ അയാൾക്ക് പേടി ഉണ്ടാവും. പക്ഷെ റീച്ചിന് വേണ്ടി എടുക്കുന്നത് കൺസെൻറ്റ് കൊടുത്തിട്ട് പോൺ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ